ഓം ശാന്തി. എന്നോട് വളരെ മോശമായി പെരുമാറുന്ന ആളുകളോട്, ഒത്തിരി അവഗണിക്കുന്ന ആളുകളോട്, ഒത്തിരി അപമാനിച്ചുകൊണ്ട് പെരുമാറുന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനൊരു ഗൈഡ് ലൈൻ തരുമോ എന്ന് കമൻസിലൂടെ കുറച്ചധികം ആളുകളായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കുറേ വീഡിയോസ് അപമാനിക്കുന്നവരോട് എങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ചൊരു 5 or 6 വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നു. എനിവേ, ഇന്ന് ഒരിക്കൽ കൂടി അതിനുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു വേട്ടക്കാരൻ വെള്ളത്തിൽ കൂടി നടക്കുന്ന ഒരു നായയെ വാങ്ങിച്ചു. അയാൾക്ക് ആഗ്രഹം തോന്നിപ്പോയി, എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ നായയെ കൊണ്ട് വേട്ടയാക്കി പോകണം. അപ്പോൾ ആ നായ വെള്ളത്തിൽ കൂടി നടക്കുന്നൊരു ദൃശ്യം കാണുമ്പോൾ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുള്ള ദിവസമാണ് എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാരെ വിളിച്ചു. അങ്ങനെ ഒരു നദിയുടെ തീരത്ത് ഒരു തടാകത്തിൻ്റെ തീരത്ത് പോവുകയും അവിടെ വെച്ച് കുറേ പക്ഷികൾ അയാൾ വെടിവെച്ചിടുകയും ചെയ്തു. വെടിവെച്ചിട്ട ശേഷം അയാളുടെ വേട്ട നായയുടെ അടുത്ത് അയാൾ പറയുകയാണ്, പോയിട്ട് ആ വീണ് കിടക്കുന്ന പക്ഷികളൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറയും. അങ്ങനെ ഈ നായ യജമാനൻ്റെ ഓർഡർ കിട്ടിയതും ഓടി വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഓടിപ്പോയിട്ട് അവിടെ വീണ കിളികളെയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു. ഈ കിളികളെയൊക്കെ എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞു. എല്ലാവരും കൂടി വേട്ടയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇവരൊന്നും മിണ്ടുന്നില്ല. കൂടെ 3-4 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായി അന്ന് അയാളെ വേട്ട കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അല്ല, എൻ്റെ നായയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവരൊന്നും മിണ്ടുന്നില്ല, എന്താ മിണ്ടാത്തതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറയുകയാണ്, നിൻ്റെ നായയിൽ ഒരു കുറവ് ഞങ്ങൾ എന്തായാലും കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്ത് കുറവാണ് കണ്ടത്? എല്ലാ നായ്ക്കൾക്കും വെള്ളത്തിൽ നീന്താൻ അറിയാം, നിൻ്റെ നായയ്ക്ക് വെള്ളത്തിൽ നീന്താൻ അറിയില്ല എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, വെള്ളത്തിൽ നടക്കുന്ന ഒരു നായയെ കണ്ടപ്പോൾ വെള്ളത്തിൽ നീന്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നം പറയുന്ന മനുഷ്യന്മാർ ഒരുപാട് ആളുകൾ ഇങ്ങനെയാണ്. എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും ആ നന്മകളുടെ ഉള്ളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കുറവുകളുണ്ടോ എന്ന് ചെകഞ്ഞ് കണ്ടെത്തിക്കൊണ്ട് അതിനെ മാത്രം കുറ്റം പറയുന്ന ആളുകൾ. അവർ ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രൻ്റെ ഉള്ളിലും കളങ്കണ്ടല്ലോ എന്നേ കാണാൻ അവർക്ക് സാധിക്കുള്ളൂ. ഒരു താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുളം കാണുകയാണെങ്കിൽ ആ കുളത്തിൻ്റെ ഉള്ളിലും ചേറുണ്ട് ല്ലോ എന്നേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തിലും നെഗറ്റീവേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കുന്നതിന് പകരം ഇത്രയും മുള്ളുള്ള ഒരു ചെടിയല്ലേ, എങ്ങനെയാ റോസിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അവരുടെ ക്യാരക്ടർ. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു കാര്യം, ഒരു പോസിറ്റീവ് തോട്ട് ഞാൻ നിൽക്കുന്ന പറഞ്ഞുതരാണ്. ഒരിക്കലും ലോകത്തെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതേസമയം നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ, അത്തരത്തിൽ നെഗറ്റീവായിരിക്കുന്ന മനോഭാവമുള്ള ആളുകളുടെ പ്രഭാവം നമ്മുടെ ഉള്ളിൽ വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സ്വയം നമ്മളോട് പലതവണ പറയണം. അത്തരം സാഹചര്യത്തിലുള്ള അത്തരം സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരുമ്പോൾ ആദ്യം നമ്മളെ ഓർമ്മിപ്പിക്കുക, ഓക്കെ, ഇവർക്ക് എല്ലാത്തിലും നെഗറ്റീവ് കാണുന്നതാണ് ശീലം, പക്ഷേ ആ നെഗറ്റീവിൻ്റെ പ്രഭാവം എൻ്റെ ഉള്ളിലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ നന്മ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് സ്വയം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മളോട് തന്നെ സ്വയം പറയുക. ഓട്ടോ സജഷൻ എന്ന് വേണമെങ്കിൽ പറയാം, സ്വയം നമ്മളെ അഡ്വൈസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അഥവാ നമ്മുടെ രാമായണത്തിൽ ജാംബവാൻ ഹനുമാന്റെ ഗുണങ്ങളെ ഓർമ്മിപ്പിച്ച പോലെ സ്വയം സ്വന്തം ഗുണങ്ങളെ ഓർമ്മിപ്പിക്കുക. എനിക്ക് ഇങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റിയുടെയും പ്രഭാവം ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം നിൽക്കാത്തതുപോലെ എന്നിൽ ഈ നെഗറ്റിവിറ്റിക്കൊന്നും തന്നെ പ്രഭാവം ഉണ്ടാക്കാൻ സാധ്യമല്ല, അതിനൊക്കെ അതിജീവിച്ചു പോകാനുള്ള ശക്തി എനിക്കുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പവർഫുൾ ആയിരിക്കുന്ന പോസിറ്റീവ് ആയിരിക്കുന്ന അഫർമേഷൻ ആ സമയത്ത് നമ്മൾ സ്വന്തം ഉള്ളിൽ സ്വയം നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ആ സമയത്ത് അഥവാ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ പ്രഭാവം നമ്മളുള്ളിൽ വരാതിരിക്കും. കാരണം അങ്ങനെയുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആർക്കും സന്തോഷിപ്പിക്കാനേ സാധ്യമല്ല. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു കുടുംബത്തിലേക്ക് ഒരിക്കൽ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആ കുട്ടി നന്നായിട്ട് അവരുടെ വീട്ടിലാണെങ്കിൽ പെൺകുട്ടികൾ കുക്കിങ്ങിൽ എക്സ്പെർട്ട് ആവണം എന്ന് ആ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് നിർബന്ധമുള്ളതാണ്. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ചോദിച്ചിരുന്നു, കുട്ടിക്ക് കുക്കിംഗ് ഒക്കെ അറിയുമല്ലോ എന്ന്. നല്ല മിടുക്കിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന മോളൊക്കെ ആയിരുന്നു. പക്ഷേ ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അമ്മായിയമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും എന്നൊക്കെ കേട്ടിട്ട് കുട്ടിയുടെ മനസ്സിലൊരു വറി ഉണ്ടായി. അതുകൊണ്ട് അന്ന് കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിപ്പോയി. ഉച്ചയ്ക്ക് ആഹാരം വിളമ്പി ആഹാരം കഴിച്ചപ്പോൾ മറ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ ഉപ്പ് കൂടിയത് കൊണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മ ദേഷ്യപ്പെട്ടു, ചീത്ത പറഞ്ഞൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ആ കുട്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റു ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇന്ന് എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം
ആഹാരം എനിക്ക് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആഹാരത്തിൽ ഓരോ സാധനം എടുക്കുമ്പോഴും അവർ ഇതേ പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ടിരുന്നത് ടേസ്റ്റ് ആവണേ ഭഗവാനെ, ശ്രദ്ധിച്ച് ചെയ്തു, പ്രാർത്ഥിച്ചു ചെയ്തു. നല്ല ടേസ്റ്റി ഫുഡ് അന്ന് ഉണ്ടാക്കുകയും ചെയ്തു. ആഹാരം കഴിക്കാനിരുന്നു, എല്ലാവരും കഴിക്കാനിരുന്നു. അപ്പം ആ കുട്ടി ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന്, നന്നായിട്ടുണ്ടോ? അപ്പം അമ്മായിമ്മ പറഞ്ഞു ഇന്നത്തെ ഫുഡ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അവ അടുത്ത വാക്കിന് പറയാണ് രണ്ടാമത്തെ ഭാഗം, അല്ല ഇത്ര നന്നായി കുക്ക് ചെയ്യാൻ അറിഞ്ഞിട്ട് നീ ഇന്നലെ ഞങ്ങളെ പരീക്ഷിക്കാനായിരുന്നു ഉപ്പിട്ടിട്ട് അധികം ഉണ്ടാക്കി വെച്ചത് എന്ന്. അവിടെ നിന്ന് വീണ്ടും തുടങ്ങിച്ചു ചീത്ത. ചില ആളുകൾക്ക് അത് സംസ്കാരമാണ്, അവർക്ക് അത് മാത്രമേ പറ്റുള്ളൂ. ഇന്ന് നന്നായി നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ നടന്ന മോശമായ ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട് പറയും. അഥവാ ഇന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഇതിനു മുന്നേ 10 പ്രാവശ്യമോ 11 പ്രാവശ്യമോ എത്ര തവണ എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ എടുത്ത് പറഞ്ഞ് ചീത്ത പറഞ്ഞു കൊണ്ടേയിരിക്കുക. ഇത് ചിലരുടെ സംസ്കാരമാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും തീ അണയ്ക്കാൻ പോകുന്ന ആളുകൾ അവനവനെ തീയിൽ പൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് പോവാറില്ല. ആ തീ പിടിക്കാതിരിക്കത്തക്ക രീതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് തീ അണയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ഇത്തരം ആളുകളുമായിട്ടുള്ള സംഘത്തിൽ പോകുമ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദ ബെസ്റ്റ് അത് തന്നെയാണ്, അവോയ്ഡ് ഇറ്റ്. അതല്ല അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഓൾട്ടർ ഇറ്റ്, ഗുഡ്, അത് നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്തേക്ക്, ആദ്യം നമുക്ക് സ്വയം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ കോട്ടൊന്ന് അണിയുക. ഒരു കാരണവശാലും എൻ്റെ ഈ കോട്ടിൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ പോസിറ്റിവിറ്റിയുടെ കോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇവരെന്ത് തന്നെ ചീത്ത പറഞ്ഞാലും ഞാനത് സ്വീകരിക്കില്ല എന്നുള്ളതായിരിക്കുന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ നല്ലവരാണ്, ഇവരും ഒരു ദിവസം എന്നോട് സ്നേഹിക്കാൻ തുടങ്ങും. എന്തായാലും ത്യാഗവും തപസ്സും കൊണ്ട് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താമെങ്കിൽ ഒരു മനുഷ്യനെ മാറ്റാനാണോ പ്രയാസം? ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇനി ഓർമ്മിക്കാൻ പ്രയാസം തോന്നുന്നെങ്കിൽ ഇത്തരം നല്ല നല്ല വാക്യങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ അടുക്കളയിൽ, ഫ്രിഡ്ജിൻ്റെ അടുത്ത്, അതല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ പലയിടത്തും ഒട്ടിച്ചു വെക്കുക. നടക്കുമ്പോൾ മുഴുവൻ ഇത് കണ്ട് വായിക്കത്തക്ക രീതിയിൽ നല്ല നല്ല സ്ലോഗൻസിന് എഴുതി ഒട്ടിച്ചു വെച്ചേക്കുക. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതൊന്ന് വായിക്കുക, ഇങ്ങോട്ട് പോകുമ്പോൾ അതൊന്ന് വായിക്കുക. വായിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. വേറെ ആരും ഓർമ്മിപ്പിക്കാനല്ല, സ്വയം നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ ആം പോസിറ്റീവ്, അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ പോസിറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻ്റെ ഉള്ളിൽ മറ്റെല്ലാ നെഗറ്റിവിറ്റിയും തന്നെത്താൻ ഇല്ലാതാവും. എനിക്ക് സ്നേഹിക്കാൻ അറിയാം, ഞാൻ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഇവരും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഓറേനെ ഹൈലി പവർഫുൾ ആക്കി പോസിറ്റീവ് എനർജിയുടെ അവതാരത്തെ പോലെ നിങ്ങൾ ആ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങണം. എങ്കിൽ ഇന്ന് എല്ലാ അപമാനിക്കുന്നവരും, എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഇന്ന് ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ ഒരു ഒപ്പു ശേഖരണവുമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ പോവുകയുണ്ടായിരുന്നു. ആ ഗവൺമെൻറ് ഓഫീസിൽ പോയ സമയത്ത് അത് ഷെയറിങ്ങിനെ കുറിച്ച് കുറച്ച് വാല്യൂസ് നമ്മൾ ചെയ്യാമെന്ന് സ്വയം നമ്മളോട് ചെയ്യുന്നൊരു പ്രതിജ്ഞ, അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു. അങ്ങനെ പോയി ഒരു ഓഫീസിൽ ചെന്ന സമയത്ത് ആ ഓഫീസിലെ ആൾക്ക് ഇത്തരത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സൺസിനോട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പം അദ്ദേഹം ഞങ്ങളെ കണ്ടു, സംസാരിച്ചു. ആ സമയത്ത് ഇദ്ദേഹം ഭയങ്കര ചൂടായിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങൾ. മനുഷ്യന്മാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എല്ലാവരുടെ ഉള്ളിലും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരാക്കി മാറ്റുന്ന, മൗഢ്യന്മാരാക്കി മാറ്റുന്ന, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര. ഞാൻ ബാക്കിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നല്ല ദിവസത്തിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ചൊരിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർത്തു, ഓക്കെ, ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഒരു, ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാർമിക് അക്കൗണ്ട് സെറ്റ് ആവുമായിരിക്കാം. ഓക്കെ, ഗീവ് പോസിറ്റീവ് വൈബ്രേഷൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് എടുക്കാതെ അദ്ദേഹത്തിന് നമ്മൾ ദൃഷ്ടി കൊടുക്കുക എന്ന് പറയും. നമ്മൾ ആത്മാവിലേക്ക് വൈബ്രേഷൻ സെൻഡ് ചെയ്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ എങ്ങനെ ഇരുന്നു. ഒരു ഗവൺമെൻറ് ഓഫീസിലാണ്, ഒരു 5-10 ടേബിളുകൾ ആ ഹാളിലുണ്ട്. അതിലൊക്കെ തന്നെ ഓരോരുത്തർ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഓഫീസാണ്. അവിടെ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പുഷ്പവൃഷ്ടി നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ പുഷ്പവൃഷ്ടിയുടെ അവസാനം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ടാവും അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന അപ്പുറത്തും ഇപ്പുറത്തും ടേബിളിലുള്ളവർ ഞങ്ങളെ പകച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഓഫീസിൽ എല്ലാവരെയും കണ്ണുകൾ ഞങ്ങളുടെ നേരെയായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ കൂടെയുള്ള സിസ്റ്ററും അപ്പോഴും അവർക്ക് സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ കൊടുത്തുകൊണ്ട്, ദൃഷ്ടി കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. വേറൊരു നിവൃത്തിയില്ല, നമുക്ക് സഹിക്കാനേ പറ്റൂ ആ സമയം.
അപ്പം അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ഒരാൾ പറഞ്ഞു, അയാളെ പേര് വിളിച്ചിട്ട് നീ ഒന്ന് നിർത്ത്, കാരണം ഇവർ അത്തരത്തിലുള്ളവരായിരുന്നുവെങ്കിൽ ഇത്ര നീ പറഞ്ഞിട്ടും ഇവരുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഞങ്ങൾ കാണുന്നില്ല. അപ്പം നീ നിർബന്ധമായിട്ടും ഇത്രയും പറഞ്ഞതല്ലേ അതിൽ ഒപ്പിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്യിച്ചു വാങ്ങിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിഗ്നേച്ചർ ഒരു ഇമ്പോർട്ടൻ്റേ ആയിരുന്നില്ല. പക്ഷേ അന്ന് അദ്ദേഹം വഴക്ക് പറഞ്ഞതും ആ വഴക്ക് പറഞ്ഞിട്ട് മനസ്സിലേക്ക് എടുക്കാതെ ഭഗവാനെ ഓർമ്മിച്ച് വൈബ്രേഷൻ കൊടുത്ത ശേഷം ഏത് ഉദ്ദേശത്തിൽ അദ്ദേഹം അത്ര സമയം നമ്മളെ വഴക്ക് പറഞ്ഞു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതും ഞാൻ വിചാരിക്കും ഭഗവാൻ തന്നൊരു അവാർഡാണ് അന്ന് ആ ഒരു സിഗ്നേച്ചർ എന്ന്. അതുപോലെ ജീവിതത്തിൽ അതികഠിനമായിട്ട് അപമാനിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ട അവസ്ഥകൾ ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് നീങ്ങുന്നു എന്ന് കാണുമ്പോൾ അടുത്ത സെക്കൻഡ് മനസ്സ് പവർഫുൾ തോട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെ ഏതോ ഒരു ഹൈ പവർഫുൾ നെഗറ്റീവ് അക്കൗണ്ട്സ് തീരുകയാണ്, ഇവർക്ക് ഈ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് കുറച്ച് പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് മാറ്റപ്പെടാറുണ്ട്. ഉദ്ദേശം അപമാനിക്കാനായിരുന്നുവെങ്കിൽ പോലും അതിന് ആദരവ് കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമ്മുടെ ഉള്ളിലെ പവർഫുൾ പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ സൊസൈറ്റിയിലാണെങ്കിലും നിങ്ങളുടെ അയൽപ്പക്കക്കാരെ കൊണ്ടാണെങ്കിലും ആരെ കൊണ്ടും ആയിക്കോട്ടെ നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജിയുടെ ഹൈ വോൾട്ടേജ് എനർജി സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് നമ്മളെ നോക്കി മുഖത്ത് നോക്കി പറ്റാത്ത രീതിയിൽ ചീത്ത പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ആ കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അഥവാ എൻ്റെ ഈ ഒരു സോഷ്യൽ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്ര വന്നപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരാൾ മുഖത്ത് നോക്കി പറയുന്ന അവസ്ഥ പോലും ഇല്ലാതെയായി. പക്ഷേ അതിന് മുന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളടുത്ത് പങ്കുവെക്കാൻ കാരണം നിങ്ങൾ കുടുംബത്തിലിരിക്കുന്നവരായിരിക്കാം, ഭാര്യമാരായിരിക്കാം, ഭർത്താക്കന്മാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ റോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന അന്തസത്തയുടെ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്ന പോസിറ്റിവിറ്റീനെ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ നെഗറ്റിവിറ്റിയുടെ പ്രഭാവവും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇല്ലാതാകും. ആ പോസിറ്റിവിറ്റി കൊണ്ട് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്കും അത് പറ്റുന്നതേ ഉള്ളൂ. നിരന്തരമായി ശ്രമിക്കൂ. ഈശ്വരൻ എന്ന സുപ്രീം പവറുമായിക്കൊണ്ട് ദ ഹയസ്റ്റ് പോസിറ്റീവ് എനർജിയുമായി നിരന്തരം ലിങ്ക് കീപ്പ് ചെയ്യൂ. എങ്കിൽ ഈ ജീവിതം എന്നും പോസിറ്റിവിറ്റിയിലേക്കും ഹാപ്പിനെസ്സിലേക്കും മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.